ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിനോമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെയും കൂടി റെസിപ്പിയുമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയത് ഒരു നല്ല ഹെയർ ഓയിൽ ആയിരുന്നു. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നു. ഇനി അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തതിന് ശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതായത് എണ്ണ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു സീക്രട്ട് സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് വൈറ്റമിൻ ഇ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോത്ത് നല്ലതുപോലെ ഉണ്ടാക്കുന്നു. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വൈറ്റമിൻ ഇ ചേർത്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓവറായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ട് റിലാക്സ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. അടുത്തതായി മുടി വളർച്ച കുടിക്കാൻ പറ്റിയ ഒരു മാജിക്കൽ ഡ്രിങ്ക്, അതായത് ഒരു അടിപൊളി ഡ്രിങ്കാണ്. വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി വേണ്ടത് ഒരു 1/2 കപ്പ് തൈര്, 2 നെല്ലിക്ക, ഒരു 2 തണ്ട് കറിവേപ്പിലയാണ്. ഇവ 3ഉം കൂടി നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തൈര് ചേർക്കുമ്പോൾ ഇത് നമ്മുടെ മുടിക്ക് വളരെ തിളക്കം കൊടുക്കും, വളരെ കട്ടിയും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മുടി പൊഴിഞ്ഞു പോകാതെ സഹായിക്കുന്നു. തൈര് നമ്മൾ ഹെയർ പാക്കുകളിലും യൂസ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയും പിന്നീട് നെല്ലിക്കയുമാണ്. കറിവേപ്പില ഇതിനോടൊപ്പം ചേർക്കുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ല ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻസും ഉണ്ട്. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ നമ്മുടെ കറിവേപ്പില സഹായിക്കും. അതുകൊണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും 2 തണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ നെല്ലിക്കയാണ്. 2 നെല്ലിക്കയുടെ ആവശ്യമേ ഉള്ളൂ, കൂടുതലൊന്നും ആവശ്യമില്ല. കാരണം ഇത് ഡെയിലി കുടിക്കുന്നതാണ്. അപ്പോൾ 2 നെല്ലിക്ക വീതം ഒരു ദിവസം എടുത്താൽ മതി. വെറും വയറ്റിൽ കുടിക്കാൻ ശ്രദ്ധിക്കണം. നെല്ലിക്കയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, വളരെയധികം ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നെല്ലിക്ക. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യും, ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ ഇതിൽ നല്ല ആൻറ്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ മുടിയൊന്നും പൊട്ടിപ്പോകാതിരിക്കാനും തിന്നാവാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് നെല്ലിക്ക ഡെയിലി ആഡ് ചെയ്ത് കൊടുക്കുക. നെല്ലിക്കയ്ക്ക് വളരെയധികം ബെനിഫിറ്റും ഉണ്ട്. ഹെയർ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും എല്ലാം അമ്ല നല്ലതാണ്. അതുകൊണ്ട് അമ്ലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഓയിൽ മേക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി ഒരു ഹെയർ ഡ്രിങ്കാണിത്. നിങ്ങളിത് ഒരു 5 ദിവസം കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പ് തയ്യാറാക്കിയ ഓയിലിന്റെയും മറ്റ് ഹെയർ പാക്കിന്റെയും കൂടെ തന്നെ ഇതും കൂടി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഹെയറിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല അടിപൊളി ഷൈനിയും ഹെൽത്തിയുമായിട്ടുള്ള മുടി ഉണ്ടാകാനും മുടിക്ക് നീളം വെക്കാനും കട്ടി വെക്കാനും എല്ലാം ഇത് സഹായിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു അടിപൊളി ഹെയർ പാക്ക് പരിചയപ്പെടാം. താരനൊക്കെ മാറി മുടി വളരെ സ്ട്രോങ് ആയിട്ട് വളരാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഉലുവ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിന്നീട് ഒരു 1/4 കപ്പ് തൈര് കൂടി എടുക്കുക. അതിലേക്ക് ഒരു അലോവേര എടുക്കുക. അതിൻ്റെ ഫ്ലഷ് മാത്രം നമുക്ക് മതി. ഇതിലെ ഉലുവ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് താരൻ പോകാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അലോവേര നമ്മുടെ തലയിലെ ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് പുതിയ ഫ്രഷ് മുടി വളരാനും മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പുതിയ മുടി വളർന്നു വരാൻ ഹെൽപ്പ് ചെയ്യും. അതിലേക്ക് ആഡ് ചെയ്യുന്ന തൈര് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ
മുടിക്ക് നല്ല ഷൈനി അപ്പിയറൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ താരനെ എല്ലാം റിമൂവ് ചെയ്യും. ഇത് മൂന്നും കൂടി കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ എഫക്റ്റീവ് ആയിരിക്കും മുടിക്ക്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒരു സൈനർജിസ്റ്റിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഇത് മൂന്നും കൂടി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് 3 ഇരട്ടിയാകുന്നു. അതായത് നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരാൻ സഹായിക്കും. ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ആ എണ്ണ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. അവർ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാം. വൃത്തിയായിട്ട് നല്ലതുപോലെ കഴുകിക്കളയാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.